പുറത്തിറങ്ങിയാൽ സ്വത്തുക്കൾ, എനിക്ക് കിട്ടിയ പൈസ ഒക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുക്കും. എൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെയും കയ്യിൽ കൊടുത്ത് എൻ്റെ സിസ്റ്ററുടെ കയ്യിലും കൊടുത്തിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്നാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. മേ ബി ആ കുട്ടി പ്രയാസത്തിൽ പറഞ്ഞതായിരിക്കാം, പക്ഷേ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് സാധാരണ അനുമോൾ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ നാട്ടുകാരോട് പറയുന്ന രീതിയിലായിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഫോക്കസ് ഒക്കെ ചെയ്ത് തന്നെയായിരിക്കും മിക്കവാറും പറയുക. പക്ഷേ ഇത് തീർച്ചയായിട്ടും ആദിലയോട് തന്നെ രഹസ്യമായി പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ കാരണം, ആദില ഡിഷ് വാഷ് ചെയ്യാതെ ആ ഉഴപ്പിക്കിടക്കുന്ന സമയത്ത് അനീഷ് വന്നിട്ട് ആദിലയെ നിർബന്ധിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അനീഷ് കയറി വരുമ്പോൾ പിന്നെ അനുമോൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സംഭാഷണം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആദിൽ അതിൻ്റെ സീരിയസ്നെസ്സിൽ എടുക്കുന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ബിഗ് ബോസ് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം അത്രയും ടോർച്ചർ ആ കൊച്ച് അതിനകത്ത് താങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് അവൾ അങ്ങനെ ഒരു ഭാഗം ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പുറത്ത് എനിക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്നുള്ളത്. പക്ഷേ അനുമോൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. പുറത്ത് അവൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. എല്ലാവരും അനുമോളുടെ ഭാഗത്ത് തന്നെയാണ്. ഇൻഫാക്ട് അവൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള ഹൗസ് മേറ്റ്സ് വരെ തമ്മി സംസാരിക്കുന്നത്. അതിൽ ബിന്നിയും റെണയും കൂടെ ഇരുന്ന് പറയുന്നുണ്ട്, ബിന്നിയും മസ്താനിയും ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും തന്നെ ഈ ഒരു വിഷയം പറയുന്നുണ്ട്. അതെ, അവൾ ശരിയായിരുന്നു, അവൾ പറഞ്ഞത് കറക്റ്റാണ്. ഒരാളോട് നമുക്ക് ശത്രുത തോന്നുമ്പം നമ്മളുടെ കൂടെ നിൽക്കുന്ന അവളുടെ ശത്രു ചെയ്യുന്ന തെറ്റുകൾ പോലും ശരിയായിട്ട് തോന്നും. പിന്നെയാണ് മനസ്സിലാവുക അവൾ പറഞ്ഞത് ശരിയാണെന്ന്. അനുമോൾ പറഞ്ഞത് 100% ശരിയായ കാര്യങ്ങളായിരുന്നു. അവർ തമ്മിൽ ഉമ്മ വയ്ക്കുന്ന ഒരു വലിയ കുഴപ്പമൊന്നുമല്ല. അതൊരു പുരോഗമനവാദത്തിന് എതിരുമല്ല. അത് ശരിയാണ്, പുരോഗമനവാദികൾ എന്തിനാണ് ഉമ്മ വയ്ക്കുന്നതിന് കംപ്ലൈൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. നല്ലതാണ്. ഇപ്പോൾ എന്താ പറയണ, അൽഫ കിഡ്, മറ്റേ കിഡ്, ഇസഡ് കിഡ്, ഇങ്ങനെ കുറേ വിഭാഗീയത ഉണ്ടല്ലോ, മില്ലേനിയം കിഡ്, ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ കുറച്ച് ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ടായിരിക്കാം നമുക്കിത് ഇഷ്ടപ്പെടാത്തതെന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ. തെറ്റാണത്. ഒരാളെ ഉമ്മ വയ്ക്കുന്ന തെറ്റൊന്നുമല്ല. അത് അവരവരുടെ ഇഷ്ടമാണ്. രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ മറ്റാർക്കും അതിനകത്ത് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ അതൊരു തെറ്റൊന്നുമല്ല. പക്ഷെ അത് മറ്റൊരാളെ പ്രൊവോക്ക് ചെയ്യാൻ ചെയ്യുമ്പോൾ അയാളത് പറയുമ്പോൾ എന്താ സഹിക്കാൻ പറ്റാത്തത്? ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അനുവിൻ്റെ അടുത്ത് വന്നിരുന്ന് ഓരോന്ന് പറയും, പൊട്ടിപ്പെണ്ണാണ്, ഉടനെ അതിനേറ്റ് ഇവൾ കമൻറ്റ് പറയും. ബിഗ് ബോസ് അവൾ അനുമോൾ പറയുന്നത് മാത്രം ക്യാച്ച് ചെയ്ത് നമ്മുടെ വാഴ വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. വാഴ ഇത് കേട്ടിട്ട് നാണമുണ്ടോ അനുമോളെ, നിനക്ക് നാണമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചാടുന്നത് കാണാം. അപ്പം ആ ഒരു ഫോം വരാതിരിക്കണമെങ്കിൽ അനുമോൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആകണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക, പറയേണ്ട സമയത്ത് മാത്രം സ്റ്റേറ്റ്മെൻറ്റ് പറയുക. കൂടെ വന്ന് കുതികാല് വെട്ടുന്നത് മൂന്നാമത്തെ പേഴ്സണാണ് പ്രവീൺ. ആദ്യം ശൈത്യായിരുന്നു, കട്ടപ്പയെന്നല്ല, അവൾ വെറു ശകുനിയായിരുന്നു. രണ്ടാമത് ആദില, അതിന് പിന്നെ കുറേ ജോക്ക് മൂഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം വേറെ ഓഫ് മൂഡാണ് അതിൻ്റെത് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ കൂടെ കൂടിയിരിക്കുന്ന പ്രവീണാണ്. ഇവളെടുത്ത് വന്ന് സംസാരിക്കാം, അപ്പുറത്ത് പോയി പറഞ്ഞു കൊടുക്കും, നൂട്ടി വിടലാണ് അവൻ്റെ മെയിൻ പരിപാടി എന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇപ്പം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ഭീകരമാണ്. അത് തീർച്ചയായിട്ടും അവിടെയുള്ള മിക്കവാറും കണ്ടസ്റ്റൻ്റൊക്കെ ഉണ്ടാകും. പുറത്തിറങ്ങിയാൽ അവരാദ്യം കൗൺസിലിങ്ങിന് പോകുന്നതായിരിക്കും സെറ്റ്. അങ്ങനെ ചെയ്തില്ല വെച്ചാൽ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. അതിനകത്ത് ഒറ്റയ്ക്ക് പിടിച്ചിട്ടിട്ട് എല്ലാവരോടും ചേർന്ന് ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും വേറെന്താ വഴി ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. പുറത്ത് എനിക്ക് നെഗറ്റീവാണോ നല്ല ഭയത്തിലാണ് അനുമോളുള്ളത്. ഇപ്പോൾ അനുമോൾ പക്ഷെ മിണ്ടാത്തത് ബിഗ് ബോസിന് പണി കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസിനൊന്നും മാത്രമല്ല, നമ്മുടെ മോഹൻലാലിനുള്ള പണിയാണ്. നീ ഇവിടെ കണ്ടന്റ് ഒന്നും തരണ്ടാന്ന്. എന്നാൽ ഞാൻ തരുന്നില്ലടാ കണ്ടന്റ്, നീ തനിച്ചിരുന്ന് ഉണ്ടാക്കുന്നതിൻ്റെ കണ്ടന്റ് എന്ന് സൗമ്യമായി സൈലൻ്റായി പോയി കുറേ വഴക്കുണ്ടായി എന്നതിനപ്പുറം നമ്മൾ പ്രേക്ഷകർ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കഷന് വെക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് നടന്നിട്ടില്ല. മാത്രവുമല്ല ആ ഷോ കാണാനുള്ള ഒരു ക്യൂരിയസ് അതും പോയി കിട്ടി. അത് അനുമോളോടുള്ള സപ്പോർട്ട് കൊണ്ടല്ല, അനുമോൾ എന്ന വ്യക്തിയെ അവർ അവോയ്ഡ് ചെയ്ത രീതിയാണ്. അപ്പം അനി ശരത്തൊക്കെ പുറത്ത് പോയപ്പോൾ കണ്ടന്റ് ഇല്ല അതിനകത്ത്. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അനുമോളെ ഇട്ട് ട്രിഗർ ചെയ്ത് തന്നെ നമുക്കതൊരു കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നൊരു കാര്യം. ഇപ്പം ഡിസ്കഷനൊക്കെ വരും, സ്വാഭാവികമാണ്. അങ്ങനെ യാതൊന്നും നടക്കാത്തടുത്ത് സത്യം പറഞ്ഞാൽ അനുമോളെ ഫയർ ചെയ്തതുകൊണ്ട് ബിഗ് ബോസിന് ആ പെർട്ടിക്കുലർ എപ്പിസോഡ് സക്സസ് ആയി എന്നതിനപ്പുറം ബാക്കിയുള്ള ഷോയൊക്കെ തീർന്നു. മന്ദഗതിയിൽ മന്ദാടുകയാണ്, മരങ്ങാടുകയാണ്. പിന്നെ മരങ്ങോടൻ അഖിൽമാരാർ പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവരെ പറ്റിച്ചു എന്ന്. വിവരം വ്യവസ്ഥയില്ലാത്ത ഇവനിക്ക് കപ്പെടുത്ത് കൊടുത്തതിൽ ബിഗ് ബോസ് നാണിക്കണം. കാരണം അവൻ തന്നെ പറയുന്നുണ്ട്, നോക്കൂ, ഞാൻ ആരുമില്ലാത്ത സമയത്ത് ഒരു മൂലയിൽ പോയിരുന്ന് വർത്താനം പറയും, അപ്പുറത്ത് വലിയൊരു കണ്ടന്റ് നടക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് കിടന്ന് ബഹളം വയ്ക്കുന്നു. പൊട്ടം കൊണാപ്പനെ ഇത് കൊടുത്തതിന് സത്യം തന്നെ നാണം കിടണം ബിഗ് ബോസ് എന്നേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഏകദേശം ആപ്റ്റായ കൃത്യമായ കൈകളിലേക്ക് കപ്പുകൾ എത്തട്ടെ.
അനുമോൾക്ക് തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അതിനകത്ത് തന്നെ വെച്ച് ചെയ്യണം. കാരണം അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. ഇറ്റ്സ് ജസ്റ്റ് എ ഷോ. പുറത്ത് അങ്ങനെയൊക്കെ വന്നാലും നിനക്ക് മുൻപുള്ളവരെ കണ്ട് മനസ്സിലാക്കുക. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വിഷമങ്ങൾ പറയുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനേക്കാൾ വളരെ വേദനിക്കുന്ന ഒരു പാസ്റ്റ് എനിക്കുണ്ട് എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോഴും അതിലെ പറയുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ പാസ്റ്റുകൾ ഭയങ്കര വേദനയുള്ളതായിരിക്കും, അവരവരുടെ വിഷമം അവരവർക്ക് വിഷമമുള്ളതായിരിക്കും, അതൊരു വലിയ കാര്യമൊന്നും ആക്കേണ്ടത് അനുമോളോട് പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി പുറത്തേക്ക് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവളുടെ ഉള്ളിലുണ്ട്. ഉള്ളിൽ കിടന്നത് നേറുന്നുണ്ട്. അതിൻ്റെ ഏകദേശ രൂപം മനസ്സിലാക്കാമല്ലോ. ഒരു ഷോയിലാണ് വന്നിരിക്കുന്നതെന്നും ആ ഷോയിൽ നമ്മളെല്ലാവരും ഈക്വൽ ആണെന്നും ചിന്തിക്കാതെ അപ്പാനി ശരത്തിനെ പോലുള്ളവർ പോലും അതിനെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഷാനവാസും മൗനമാണ്. ഒരുപക്ഷെ ആദിലയോട് പറഞ്ഞ ഈ കാര്യം ഷാനവാസിനോടാണ് അനുമോള് പറഞ്ഞതെങ്കിൽ ചിലപ്പോൾ വേർത്തായിട്ടുണ്ടാകും. നെവീനോട് പറഞ്ഞാലും നെവീൻ ബിഗ് ബോസിനെ വിവരം അറിയിക്കും. അത് ലൈറ്റായിട്ട് എടുത്തങ്ങ് കളയുകയുള്ളൂ. പക്ഷെ അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു ചിന്താധാര അവൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. അനിവാര്യമായ മെഡിക്കൽ അറ്റൻഷൻ, പ്രത്യേകിച്ച് ഒരു സൈക്കോളജിക്കൽ ഡോക്ടറുടെ അറ്റൻഷൻ അനുമോൾക്ക് അനിവാര്യമായി കൊടുക്കേണ്ടതുണ്ട്. പുറത്തു വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നത് ഒരു ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പറയാനുണ്ടായിരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് മെഡിക്കൽ ടീം ഉണ്ടല്ലോ അവർക്ക്. അങ്ങനെ അവരെ മാനസികമായി തകർക്കാതിരിക്കാനും അങ്ങനെ തകർന്നു പോയാൽ അതിനെ റിക്കവർ ചെയ്യാനും ഒക്കെ ഉള്ള മെഡിക്കൽ ടീം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുകയും അനുമോൾക്ക് ആ അറ്റൻഷൻ കൊടുക്കുകയും വേണം. അതൊരു റോങ് ഡിസിഷനാണ്. അത് ശരിയായൊരു നടപടിയല്ല. നമ്മുടെ ശ്രദ്ധ മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, പ്രത്യേകിച്ച് ടോയ്ലറ്റിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.